ഒക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചിയും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള കുറെ കുട്ടികളെ കൂടി കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചപ്പോൾ എൻ്റെ കാലിലേക്ക് ഇത്രയും കഷ്ടപ്പാടില്ല അടുപ്പത്ത്, മറ്റേ അകത്ത അടുപ്പത്തില്ലേ ഒറിജിനൽ അടുപ്പിൽ കത്തിക്കാൻ ഇത്രയും കഷ്ടപ്പാടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാ തേങ്ങ പെറുക്കി ക്ഷീണിച്ചു. ഹലോ ഹലോ, എന്താ ഇവിടെ എന്നാ പരിപാടി? കൊച്ചു കഞ്ഞിയും കൂട്ടാനും ഞങ്ങളുടെ എന്താ പറയാ പണ്ടത്തെ മുട്ടയും തക്കാളിയും. ആ പിന്നെന്താ സ്പൈസസ്. ഇവിടെ നോക്കട്ടെ, ഇവിടെ എന്തോ ഈ കുക്കൊക്കെ ചെയ്ത് എന്തോരോ മുട്ട വറക്കുന്ന അടുപ്പിൽ തീയത്തുണ്ടോ നോക്കിയാ മെഴുകുതിരി വെച്ചേക്കുന്ന ദൈവം. മെഴുകുതിരി വെച്ച് കറി ഉണ്ടാക്കണം. ഇത് എങ്ങനെ ചൂട് പിടിക്കാനാ പാറുവ ചട്ടിക്കകത്ത്? എന്റെ പൊന്നെ, എന്റെ ഉരുളക്കിഴങ്ങ്, എന്റെ മുട്ട, തക്കാളി ഒക്കെ പോയാച്ച്. ദൈവമേ, എന്റെ മുളക് പൊടി, എന്റെ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് തീർത്താ? ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് എന്നിട്ട് നിങ്ങൾ തന്നെ തിന്നോ ഇതൊക്കെ? എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിന്നാ മതി. എനിക്ക് വേണ്ട. ഈ പാത്രമൊക്കെ കഴുകിയായിരുന്നാ? ഈ പഴയ കാലത്തെ ഞങ്ങളുടെയൊക്കെ കളിയാ. പഴയ എന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ പ്രായമുള്ളപ്പോൾ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന കളി തന്നെയാണിത്. കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ. അപ്പം അമ്മ ഇതുപോലെ ഓരോ സെറ്റൊക്കെ മണപ്പുറത്ത്, ആലുവ ശിവരാത്രി മണപ്പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ സെറ്റൊക്കെ വാങ്ങി തരും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങളുടെ കളികളൊക്കെ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചിയും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള കുറേ കുട്ടികളെ കൂടി കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചപ്പോൾ എൻ്റെ കാലിലേക്ക് ചോറ് വെച്ചത് എൻ്റെ കാലിലേക്ക് അങ്ങനെ എൻ്റെ കാൽപ്പത്തി ഉണ്ടല്ലോ അതിലേക്ക് ശരിക്കും അങ്ങനെ ചോറും കലം വന്ന് വീണത് കണ്ടാണ്. വെരി ഗുഡ്. അത് നോക്കി ഇങ്ങോട്ടൊക്കെ കളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ പറ്റും. അപ്പൊ എന്റെ കാലിലേക്ക് വീണത് ഞാൻ ഓർക്കണ്ട. അപ്പൊ അന്ന് അമ്മയുടെ അടുത്തുനിന്ന് ഒരുപാട് പൊതിരെ അടിയും കിട്ടി ചേച്ചി. ഇല്ലേ അമ്മ? ഓർക്കല്ലേ? എന്റെ കാലിലേക്ക് വീണത് ഓർമ്മയില്ലേ? ആ കഞ്ഞിക്കള അങ്ങനെ തന്നെ, കഞ്ഞി വാർത്തതോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ശാരിക്ക് കുറെ അടിയൊക്കെ കിട്ടിയത് ഓർമ്മയില്ലേ? എനിക്കത് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നീട് ജീവിതത്തിൽ കളിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നീട് ഓർമ്മയില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ വർഷമല്ലേ ഇത് വാങ്ങിക്കൊടുത്തേ? കഴിഞ്ഞ വർഷം നമ്മൾ മണപ്പുറത്ത് പോയപ്പോൾ വാങ്ങിക്കൊടുത്ത സെറ്റാണ്. അതും വെച്ചിട്ടുള്ള കളിയാണ്. പാറു ഒറ്റയ്ക്കിരുന്നുള്ള കളികൾ വളരെ കുറവാണ്. ഇതുപോലെ ഇവന് ആരെങ്കിലും ഒക്കെ കൂട്ടുണ്ടാവുമ്പോഴാണ് ചെയ്യണത്. എനിക്ക് വേണ്ട, നിങ്ങളുടെ വേണ്ട നോക്കാം. ഇത് മുട്ട വെന്തില്ല. ഇത് നിറച്ച എണ്ണ, എന്റെ വെളിച്ചെണ്ണ. ദൈവമേ, ഇച്ചിരിയും കൂടി ആക്ക്. അത്ര പോരെ. ഇത് എത്ര മുട്ട എടുത്തു? ഒരു മുട്ട എടുത്തുള്ളൂ. ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ബാക്കി അപ്പൊ ചോറൊന്നും വെക്കുന്നില്ലേ? ഒരു മെഴുകുതിരിയിലാണ് ഈ പരിപാടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് ഞാൻ അടുക്കളയിൽ നിന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കണ്ട പണിയതാ. ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടാ. ഉരുളക്കിഴങ്ങ് എന്തൊക്കെയായിരുന്നു? ഇത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഉണക്ക് ഡ്രൈ ആക്കിയിട്ട് കോൺഫ്ലവറിൽ എന്റെ കോൺഫ്ലവർ അതും തീർത്തു. ഇത് കോൺഫ്ലവർ മാത്രമേ ഉള്ളോ? പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാണേ കോൺഫ്ലവർ. അപ്പൊ ഇതിന് മക്കളെ എന്തോരം വെളിച്ചെണ്ണ വേണം ഓർത്തിട്ടാ? അയ്യടി, ഇനി നീ വാട്ട എന്റെ വെളിച്ചെണ്ണ എടുക്കാൻ വാ. വളരെ കുറച്ച്. ദൈവം, എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. കാലത്ത് ഞാൻ വരുമ്പോ ഞാൻ ഇവരുടെ ഒച്ചയൊന്നും കേൾക്കാണ്ടായിരുന്നില്ല. അത് കെട്ടുപോയി. അപ്പൊ നീ കുഞ്ഞി വിറകെടുത്ത് ചുള്ളിക്കമ്പുകൾ എടുത്തോണ്ട് കത്തിക്ക്. അത് ചെയ്ത് നോക്ക. അങ്ങനെ അടുപ്പിലൊക്കെ കത്തിച്ച് പഠിക്കു പാറോ. കാലത്തെ വന്നപ്പോ കണ്ട പണി ഇതാണ് കേട്ടോ. അതാ ഇവിടെ ചുമ്മാ കാണുമ്പോ ഒരു നൊസ്റ്റാൾജി അടിക്കുമല്ലോ, ഒരു രസം.
മക്കൾ കഞ്ഞിയും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്നത് കണ്ടുകൊണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണികൾ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അമ്മ വേഗം മീൻ വെട്ടാനായിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പോയിട്ടിരുന്ന് മീൻ വെട്ടി ചെറിയ ചാളയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഒരാൾ മാത്രം പണിതുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടപടിയാവില്ല. ഒരാൾ കൂടി ഉണ്ടെങ്കിൽ വേഗം വേഗം പണികൾ തീർക്കാമല്ലോ. അപ്പോൾ മാത്രമല്ല കൂർക്ക കൂടി നന്നാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വേഗം തീരുമല്ലോ. അമ്മയ്ക്ക് പിന്നെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് മാത്രമല്ല എവിടെയാണെങ്കിലും അമ്മയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ വേഗം വേഗം ജോലികൾ തീർക്കുക, എന്നിട്ട് എവിടെയെങ്കിലും സമാധാനപരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കുകയോ കളിക്കുകയോ ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതാണ് കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ ജോലികൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു സ്ഥലത്തിരുത്തൂല, വേഗം വേഗം പണികൾ തീർക്കാനുള്ള തിരക്കിലായിരിക്കും അമ്മ. അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ ഞാനും നിൽക്കും. അപ്പോൾ വേഗം വേഗം ഞങ്ങളുടെ പണികൾ തീരുകയും ചെയ്യും കേട്ടോ. അമ്മയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ജോലി കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചുമ്മാ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയോട് പറയും, അമ്മ എവിടെയെങ്കിലും ഒന്ന് ഇത്തിരി നേരം ഇരിക്കുമോ പ്ലീസ്, എനിക്ക് ഇത്തിരി റെസ്റ്റ് താമേ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് പോയി പണിയെടുക്കടി എന്ന് പറയും. അതാണ് അമ്മമാർ. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ജോലിയുടെ ഇടയിലാണെങ്കിലും കഴിഞ്ഞ ദിവസം തലേ ദിവസം പറിച്ച ചാമ്പയ്ക്കയും പേരയ്ക്കയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താ പറയുക, വിഷമൊന്നും ഇല്ലാത്ത തിന്നാലോ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടൊരു തേങ്ങ ഇട്ടതാണ്. സത്യത്തിൽ അത് കരിക്കായിപ്പോയി. അപ്പോൾ ഞാനും അമ്മയും കൂടി നിന്നിട്ട് അരമുറി കരിക്കെടുത്തിട്ട് ഞാനും അമ്മയും കൂടി കഴിക്കുകയാണ്. മക്കളൊക്കെ എവിടെയോ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ മക്കൾക്ക് വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പകുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഞങ്ങൾ ഇന്ന് കഴിച്ചു കൂട്ടാം. അപ്പോൾ ഓരോരോ ജോലികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോരുകറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കടുക് പൊട്ടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാമറ അമ്മ തന്നെ ക്യാമറ പിടിച്ചു തരികയാണ്. അമ്മ അങ്ങനെ ക്യാമറ പിടിക്കലില്ല, വലിയ കാര്യമായിട്ട് അമ്മയ്ക്ക് അത് അറിയത്തില്ല, എന്നാലും എനിക്കത് പിടിച്ചു തരുവാണ് കേട്ടോ. കാരണം പിള്ളേരെ ഒന്നും വിളിച്ചാൽ ഈ സമയത്ത് കിട്ടില്ല, എല്ലാവരും കൂടി ഉള്ളപ്പോൾ കളിയുടെ ജ്വരത്തിലായിരിക്കും എല്ലാവരും. അപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എനിക്ക് അമ്മ എടുത്തുതരാമെന്ന് പറഞ്ഞു തരാം, അമ്മേനായിട്ടോ ക്യാമറ പിടിക്കുന്നത്. മോരുകറിക്ക് വേണ്ടി ഞാൻ എടുത്ത തേങ്ങ കരിക്കായി പോയതുകൊണ്ട്, തേങ്ങയാണെന്ന് കരുതി എടുത്തത് കരിക്കായി പോയതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് വേറെ ഒരു തേങ്ങ എടുത്തു കേട്ടോ. അതൊക്കെ അരച്ച് മോരുകറി വെച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ഞാൻ തന്നെ വെച്ചത്, അതുകൊണ്ട് വലിയ പൊക്കി പറയുമൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് അമ്മ മസാല നേരത്തെ തന്നെ അത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് കുറച്ച് ജോലികളോട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ മീൻ വറക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ ആ പണിയും വേഗം അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ വേഗം അത് പാനിലേക്ക് ഇട്ടത് ഫ്രൈ ചെയ്യാൻ ഇട്ടേക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വേഗം പോയിട്ട് പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചു. കഴിഞ്ഞ വീഡിയോ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പേരയ്ക്ക വിളവെടുക്കുന്ന വീഡിയോ. അപ്പോൾ തായ്വാൻ പീക്ക് പേരയാണത്. അപ്പോൾ അതും അമ്മ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ മക്കളോടും പറഞ്ഞിട്ടുണ്ട് പേര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജോലിയുടെ ഇടയിലും കഴിക്കലും പോകും പണികളും ആവും. അപ്പോൾ മക്കോട്ടദേവയാണ് കേട്ടോ ആ സൈഡിൽ ബേസലിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മക്കോട്ടയും കൂടി അരിഞ്ഞ് വെയിലത്തിടാനുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഫൈനലായിട്ട് ഞങ്ങൾ പാത്രമൊക്കെ കഴുകി ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ മക്കോട്ടയും കൂടി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വെയിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണികൾ തീരുന്നു കേട്ടോ. ഓ, ഇത്രയും കഷ്ടപ്പാടില്ല അടുപ്പത്ത്, മറ്റേ അകത്ത അടുപ്പത്തില്ലേ, ഒറിജിനൽ അടുപ്പിൽ കത്തിക്കാൻ ഇത്രയും കഷ്ടപ്പാടില്ല കേട്ടോ. കാരണം നമ്മുടെ പൂജാമുറിയിൽ കർപ്പൂരം ഇരിക്കണല്ലേ, ആ കർപ്പൂരം കൊടുക്കുന്നത് ഞാൻ ഇതാക്കി മറച്ചിട്ടുണ്ട്. പിള്ളേരുടെ ഓരോരോ ഇത് ഇപ്പൊ കത്തിട്ട് 20. ഓ, ഇത്രയും ഇവര് കാലത്ത് പോലെ തുടങ്ങിയതാണ്. ഇവരുടെ അടപ്പ് എന്ത് ചെയ്താൽ കത്തുന്നില്ല. പിന്നെ എന്താ പറയാ, അവരെ സഹായിക്കാനായിട്ട് വന്നതാണ് ഞാൻ. ഏത് നേരം സഹായമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ സാധനം ഞാൻ കത്തിച്ച് തന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നോക്കിക്കൊള്ളണം കെടാതെ. അപ്പോൾ ഇതുപോലത്തെ അടി ചുള്ളിക്കമ്പോൾ എടുത്ത് അടിയിലടിയിൽ ഇങ്ങനെ കത്തി തീരുമ്പോഴത്തേക്കും എടുത്ത് വെച്ചാൽ മതി. ചുമ്മാ ഓരോരോ ഭ്രാന്ത്, പഴയ നൊക്ലാജിയാണല്ലോ. തീപ്പെട്ടി വേണമെന്നില്ല, ഞാൻ ഇതിനകത്ത് കൊത്തിയിട്ടുണ്ടായിക്കോളാം. വിറകുകൾ സെറ്റാണ് കേട്ടല്ല, ചുള്ളിക്കമ്പുകൾ കൊണ്ടാ. കത്തി അയ്യോ കത്തിയില്ല, കെട്ടുപോയി. വേണ്ട വേണ്ട വേണ്ട, വെയിറ്റ് ചെയ്. പാറ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വീഴും കേട്ടോ. എന്റെ അതല്ലേ ഇപ്പൊ കത്തിയില്ല. എന്തെന്ന് പാറുത് കത്തി.
ഇനി അത് അവിടെ കത്തട്ടെ. അതിന് ആർക്കല്ലേ ഈ കാറ്റാണ് പ്രശ്നം. ഓ എന്റെ പൊന്നേ, നീ അത് പിടിക്കണ്ടേ? എന്നാ അത് കത്തി. ആ കൊടുക്ക്. അമ്മ അത് കളയണമെന്നില്ല, അത് പിന്നെ എടുക്ക, പിന്നെ എടുത്തിട്ട് അതെങ്ങനെ വെക്ക. ആരും ശ്വാസം എടുക്കണ്ടാ. ഇതല്ലേ വെച്ചിരുന്നത്? എണ്ണ എന്തായി? കത്തുന്നില്ല. അപ്പൊ അടുത്ത ആഹാ പൊളിച്ചിട്ടുണ്ടല്ല. 3 ഇഷ്ടിയൊക്കെ വെച്ചാ പൊളിച്ച്. എന്നാ പിന്നെ ഇത് ആദ്യം അങ്ങോട്ട് ചെയ്താ പോരായിരുന്നാ നിങ്ങക്ക്? മടുത്ത്. ഇത് എന്താ അടുപ്പത്ത് എന്താന്ന് വെച്ചേക്കുന്നേ? എണ്ണ ചൂടാക്കാൻ വെച്ചേക്കണ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കത്തണല്ല അല്ലെ? അത് അത്രയും കുഞ്ഞടുപ്പാണ് വേറെ, അതാണ് പ്രശ്നം. അതുകൊണ്ടാ, വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഇതേ ഇപ്പൊ ദൈവമേ എന്റെ പാറയിൽ കരി പിടിക്കുവല്ല. ഞാൻ അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട സ്ഥലമാണ്. ഒന്നും കൂടി അടിച്ചോ. എന്ത് കീ. ശരിയെന്നാ, പണിയുണ്ട്, മുറ്റമൊക്കെ അടിക്കാൻ കിടക്കുവാ. ഞങ്ങളിപ്പോ പോയിട്ട് വരട്ടാ, മാലിയിലൊന്ന് പോയിട്ട് വരാ. ഡയറക്റ്റ് ഇതിൽ കൊണ്ടുവന്നു ഇട്ടാ പാറയിൽ തന്നെ. ആ ഞാൻ കഴുകി വൃത്തിയാക്കി കിട്ടണല്ലേ. ആ സാറേ പെട്ടെന്ന് ശരിക്കും ഉണങ്ങി കിട്ടും. നന്നായിട്ട് ചൂട് പിടിച്ചേക്കുന്നല്ലേ പാറ. അതാ കാല് വെള്ളണ്ടല്ലേ. വാ 3 കളറുള്ള ആമ്പല് വിരിച്ചേക്കണ്ട. അറിയില്ല, ഞാൻ 2 കളർ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെള്ളയും എനിക്ക് തോന്നുന്നു വയലറ്റും ആയിരുന്നു. പക്ഷെ ആ മജന്ത കളറ് ഇപ്പൊ പുതിയതുണ്ടായിരുന്നു. ആ വെള്ളം മഴയൊക്കെ ഇടക്ക് പെയ്യുമ്പോ അങ്ങനെ കൂടുന്നല്ലേ. ഇനിയിപ്പോ അതൊക്കെ അടിച്ച് പറ്റിച്ച് കളയണം, എന്നിട്ട് വേണം മീനെ ഇടാനായിട്ട് അല്ലേ. 3 കളർ അങ്ങനെ 3 കളറൊക്കെ വിരിയുന്ന ഐശ്വര്യാന്ന് പറയുന്നുണ്ടായിരുന്നു. ഗപ്പിയുണ്ട്, ഞാൻ നേരത്തെ ഇട്ടതാ. എൻ്റെ മോളിൽ കൂടെ ഗപ്പിയുണ്ട് നിറച്ചു. ഇപ്പൊ ചിലപ്പോ പെറ്റി വരികണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് അഴുക്കായിരുന്നമ്മ. ഇതൊക്കെ ഇവിടെ പ്രഷർ പമ്പ് വെച്ച് അടിക്കണ സമയത്തേ ഞാനിതെല്ലാം പ്രഷർ പമ്പ് വെച്ച് ഇതുമ്മയൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാനെടുത്ത് കളഞ്ഞു. പക്ഷെ ഒരുപാട് കളയാനും പറ്റില്ല, അത് പെയിന്റ് പോവും. അത് കാരണം അങ്ങനെ ചെയ്തില്ല. ഇവിടെ മിക്കവാറും ഒരു കോലൊക്കെ കൈ പിടിക്കേണ്ടി വരും, അതാണ് അവസ്ഥ. എന്ത് ഞാൻ കുറെ നാളെ ഇങ്ങോട്ട് വന്നിട്ട് വീഴോ? ഇങ്ങോട്ട് വാ. അയ്യോ എൻ്റെ ചെടി നിൽക്കുന്ന നോക്കേ. ഈ ഒരു സാധനം പറിച്ചു കൊണ്ടിട്ട് പോട്ടിലാക്കി വെക്കണം. വേണ്ട, എൻ്റെ വേസ്റ്റ് കുഴിയായിരുന്നു. ഞാനിപ്പോൾ ഇത് മറ്റേ എന്താ പറയുക, ഇവിടെ നിന്ന് ഞാൻ കംപ്ലീറ്റ് വാരി എടുത്തിട്ടേ ഇവിടെ പുല്ല് പിടിച്ചാറ് എനിക്ക് വരാൻ ഭയങ്കര മടിയാണ്. അതാണ് പ്രശ്നം. തേങ്ങ എടുക്കാൻ വന്നല്ലേ? തേങ്ങയായി ചെടിയായി ചിലപ്പോൾ വലിച്ച അങ്ങനെ തന്നെ പോരും. ചേമ്പ് പറിക്കണ പോലെ ഉണ്ട്. ഇതൊക്കെ പിന്നെ വാടൂല. അതൊക്കെ വെക്കാം, മതി. ഇപ്പൊ കളയണ്ട. അങ്ങനെ തന്നെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അല്ലേ. ഞാൻ അത് പറിക്കണ്ട. ഒരെണ്ണം
ഉള്ളത് ഇതാണ്. ആദ്യം മണ്ടയിൽ വല്ലതും കൊണ്ടുപോകും നോക്കട്ടെ. ഓ 2 അവിടെ ഈ വീണത് വല്ലതും ഉണ്ടോ നോക്കണെങ്കിൽ. അപ്പൊ താഴെ വീണുണ്ടാവും. ആ അല്ല ഇതിനകത്ത് കാര്യമായിട്ട് ഉണ്ടാവാറില്ല. ഇത് ഉണ്ടെങ്കിൽ 1-2 അങ്ങനെ കിട്ടട്ടോ. ഏതമോനെ കൊണ്ടുവരാറുന്നു. അവരവിടെ മുട്ട പിടിക്കാനായിട്ട് തരുന്നില്ലേ പ്രൈസില്ല. ഏത് വശത്താണ് തേങ്ങ കിടക്കണേന്ന് നോക്ക്. പറയാൻ പറ്റില്ല. തേങ്ങയില്ല വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചാക്ക് തേങ്ങയാണ് കിട്ടിയേക്കണത്. ഇവിടെ ഇച്ചിരി കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാത്ത കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ മിക്കവാറും ഞാൻ വന്ന് ജാതിക്കൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ 2 പേരും തേങ്ങ പെറുക്കി ക്ഷീണിച്ചു. അയ്യോ അതേ എൻ്റെ ചെടി എടുക്കണോ അവിടെ നിൽക്ക്. അയ്യോ വെയിലൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മ വശതിയായില്ലേ. പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കുളി കഴിഞ്ഞ് വന്നാൽ കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അതെ ഫുഡെല്ലാം മേശപ്പുറത്ത് എടുത്ത് വെച്ച് അമ്മ അതെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:45 ആയിട്ടുണ്ട്. മോരുകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, കൂർക്ക മെഴുക്ക് പുരട്ടി ഉണ്ട് കേട്ടോ. ഇത് കൂട്ടിയിട്ട് ഞങ്ങൾ ചോറിനതേ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് ചോറ് തിന്നാൻ വിളിച്ചപ്പോൾ ഒരുത്തിട്ട് ഡാൻസ് കളി കണ്ടില്ലേ. എന്നിട്ട് കഴിക്കുവാറോ ഒരു ചേന പറിക്കാൻ കരുതി ഇറങ്ങിയതാണ് കേട്ടോ. ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള വലിയ പിടുത്തമൊന്നുമില്ല. അമ്മ അത് പറിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ എന്താ പറയുക, അമ്മയ്ക്ക് ഈ വിളവെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ എന്നെ പോയി കൊത്തിയൊക്കെ എടുത്ത് കൊത്തി കിളച്ചുകൊണ്ടിരിക്കുക. വല്ലതും കാണോ? അയ്യോ ഉണ്ടമ്മേ ഇല്ലേ? ഉണ്ട് അമ്മ. ഞാൻ നല്ല ഇത് വാക്കത്തി അങ്ങനെ എന്തെങ്കിലും എടുത്തുണ്ടല്ലോ. വീണ നല്ലതാണ് കേട്ടോ. ഇല്ല ഉണ്ട് 1 കിലോ ചേനയുണ്ട്. അമ്മ പറയുന്നത് 1 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. 2 മക്കോട്ടയും കയ്യിലെടുത്ത് ചേനയും കയ്യിലെടുത്ത് വരികയാണ് എന്റെ ചിക്കൻ. ഈ വിത്തെടുക്കണോ? നല്ലതാണ്. അത് ഇതൊന്ന് കഴുകി എടുത്താൽ നമുക്ക് അവിടെ കൊണ്ടിട്ട് കഴുകി കാണിക്കാം. ചെറുതാണ് പറഞ്ഞോ സംഭവം. ഞാൻ നട്ടല്ല കേട്ടോ, തനിയെ മുളച്ചതാണ്. അപ്പൊ പിന്നെ ഞാൻ കളഞ്ഞില്ല. അത് ചെറിയൊരു കഷ്ണെങ്കിലും ഉണ്ടാവും എഴുതിയിട്ട് ഇതായില്ല. ഒരു തീയിൽ വെക്കാം അല്ലമ്മ. പിന്നെ ഒരു തീയിൽ വെക്കാനുള്ള ചേനയായിട്ടുണ്ട്. എനിക്ക് കാച്ചിലും കൂടി പറിക്കാറുണ്ട്. പക്ഷെ അത് ഇവിടെ പറ്റില്ല. അമ്മ പതേ മേത്തേക്ക് ഇറക്കും. ഇനി ആ തുണിയിലേക്ക് എല്ലാ വിത്തും കയ്യിരിക്കും. അതല്ല എടുത്ത് വെക്കണ്ട്. ഇനിയില്ല, അത് മാത്രമേ ഉള്ളൂ. പ്രഷർ കണ്ണ് വെച്ച് കഴിക്കാൻ പാടില്ല വെച്ചിട്ട് വെള്ളച്ചേനല്ലേ ഇത് കൂടെ കാണിക്കണേ. വിത്ത് അതങ്ങോട്ട് കാണിച്ചു നമുക്ക്. ഇത്രയും വിത്ത് പൊട്ടിപ്പോന്നാണ്. ഞാൻ എന്താ ചെറിയൊരു 1 കിലോ ഉണ്ടാവില്ല അല്ലേ? 1/2 കിലോ 1/2 കിലോ ഒക്കെ കൂടുതലുണ്ടാവും കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. തൽക്കാലം ഒരു തീയലിനുള്ളത് ഉണ്ടാവും കേട്ടോ. നല്ല വെള്ളച്ചേനയാണ്. നമുക്ക് പുഴിഞ്ഞാലാ എന്നാ വെറുതെ ചുമ്മാ പുഴിഞ്ഞാലാ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അമ്മയും കുട്ടികളും കൂടി ഇതേ രാത്രിത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്.
രാത്രി സന്ധ്യ ആയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഇതേ നന്നായിട്ട് ഇരുട്ടൊക്കെ ആയി. അപ്പോഴത്തേക്കും പാറോ ആ പിള്ളേരുടെ ഓരോരോ എന്താ പറയാ ഓരോരോ ആഗ്രഹങ്ങൾ. ഈ സമയത്താകുമ്പോൾ നല്ല ചൂടാണല്ലേ മേ? ആ പക്ഷെ ആ സമയം കുറച്ച് സമയം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പാവും. ശരിക്കും നല്ല മഞ്ഞൊക്കെ വീഴും. അപ്പൊ പിന്നെ തണുപ്പത്ത് കിടക്കാൻ പറ്റത്തില്ല. എന്താ സന്തോഷ വാർത്ത? അരങ്ങേറ്റോ? ആ ഒരു ചെറിയൊരു അരങ്ങേറ്റം എന്ന് പറയാം. രംഗപൂജ. അപ്പൊ അവള് ഇപ്പൊ ഡാൻസ് പഠിക്കാൻ. വേറെ ഡാൻസാ? ആ അതാ ഡ്രസ്സിനും മേക്കപ്പിനും ഒക്കെ. കുഴപ്പമില്ല. എന്താണ് അറമാദിക്കൽ? അന്ന് അറമാദിക്ക് ഭയങ്കര ചൂടാ. ഓ അയ്യോ അമ്മ നീന്താറിയില്ല അല്ലേ? അമ്മ കിടന്ന് തുഴയാണ്. എടാ വേണ്ട കേട്ടോ. ആ ഓ എന്ത് കാണിക്കണ പിള്ളേരെ? വെള്ളപ്പൊക്കത്തിലെ ആൾക്കാരെ വെള്ളത്തിൽ കൂടി പൊക്കിക്കൊണ്ട് പോകുന്ന പോലെ അതേ പിള്ളേര് രണ്ടും കൂടി അമ്മേനെ പൊക്കിക്കൊണ്ട് പോണ്ട്. അയ്യേ ദേ എന്തൊക്കെയാണ് ഈ പിള്ളേർ കാണിക്കണേ? എടാ നിങ്ങക്ക് താങ്ങാൻ പറ്റട്ടെ അമ്മേനെ? അവര് ഒഴുകി പോവാണ് പിന്നെ വെള്ളത്തിൽ കൂടി. അയ്യേ ഒരു ഞായറാഴ്ച അതാ ഇങ്ങനെ കുറേ കളികളും ചിരികളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കടന്നു പോയി കേട്ടോ. അല്ലെങ്കിൽ അമ്മയുള്ള ദിവസം ഒരു പ്രത്യേക വൈബാണ് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.